എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. സൺഡേ നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് വെള്ളയപ്പവും മുട്ടക്കറിയാണ്. രാവിലത്തെ കുറച്ച് തിരക്കുകൾ കാരണം നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതായത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ പിന്നെ ഫ്രീ ആണല്ലോ, അപ്പോൾ പിന്നെ കഴിക്കുന്ന വീഡിയോ എടുത്തിടാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ നല്ല സോഫ്റ്റ് വെള്ളയപ്പം കേട്ടോ. ഈ സോഫ്റ്റ് വെള്ളയപ്പം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തത്, അല്ലാതെ പച്ചരിയല്ല, അരിപ്പൊടിയാണ്. പച്ചരിയിൽ എടുക്കുമ്പോൾ എനിക്ക് അത്രയും ഇത് സോഫ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ ആകുമായിരിക്കാം, പക്ഷെ എനിക്ക് അതിലും സോഫ്റ്റായിട്ട് വറുത്ത പൊടി ഉണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടി, അതാണ് എനിക്ക് ഇത്തിരി കൂടി സോഫ്റ്റായിട്ട് തോന്നിയേക്കണത്. അപ്പോൾ അതെടുത്ത് വെള്ളത്തിൽ കലക്കി വെച്ചേക്കുക. വെള്ളത്തിൽ കലക്കുക എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വെള്ളത്തിലല്ല, നമ്മളൊരു കുഴമ്പൻ ലുക്കിൽ അങ്ങനെ ഇരിക്കും. അങ്ങനെ കലക്കി മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പീര, ചോറ്, പിന്നെ കുറച്ച് പഞ്ചസാര ഇത്തിരി കൂടുതലും ഉപ്പ് കുറച്ചായിട്ട് ഇടണം കേട്ടോ. അതൊക്കെ നമ്മുടെ അളവിനനുസരിച്ചൊക്കെ എടുക്കാം. പഞ്ചസാര ഞാനൊരു 4 സ്പൂൺ ഇടും കേട്ടോ. കാരണം അതായത് എൻ്റെ എടുക്കണ അളവിനാണ് കേട്ടോ നമ്മൾ എടുക്കണത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഈസ്റ്റ് ഇടുള്ളൂ. വേണമെങ്കിൽ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ തേങ്ങാവെള്ളം ഒഴിക്കാം, പക്ഷേ ഞാൻ തേങ്ങ പൊട്ടിച്ച് വെച്ചിരുന്നതായതുകൊണ്ട് തേങ്ങാവെള്ളം ഇല്ലാതെ തന്നെയാണ് അരച്ചത് കേട്ടോ. അത് അരച്ചങ്ങോട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചേക്കുക. വേറെ ഒന്നും ചെയ്യണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് മേടിച്ചു കേട്ടോ. നമ്മുടെ ബീഫ് ഉച്ചയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കറിയാക്കി വെച്ചു. കറിയാക്കിയത് നല്ല സാമ്പാർ ലുക്കിലായിരുന്നു ഉച്ചയ്ക്ക് വെച്ചത്. കാരണം എനിക്ക് തിളപ്പിച്ച്, അതായത് വറ്റിക്കാനായിട്ടുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ ഒരു സാമ്പാർ പരുവത്തിൽ അങ്ങോട്ട് എടുത്ത് വെച്ച്, എന്നിട്ട് വൈകുന്നേരം ഒന്ന് ഇങ്ങനെ വരട്ടിയ പോലെ എടുക്കാമല്ലോ എന്നൊക്കെ കരുതിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് ചോറേ വെച്ചിട്ടുണ്ടായുള്ളൂ. അപ്പം ഇതൊക്കെ കഴിഞ്ഞൊന്ന് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. കുറേ നാളായിട്ടാണ് ഞാൻ പോയിട്ട്. കുറേ നാളെന്ന് പറഞ്ഞാൽ ഇത്തിരി ഒരു 2 മാസമൊക്കെ ആയി തോന്നണം ഇപ്പോൾ പോയിട്ട്. അപ്പം എനിക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാമെന്നൊക്കെ കരുതി. ഇങ്ങനെ മഴ ആയതുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കായിരുന്നു. പിന്നെ ജോലി ഉണ്ടായിരുന്നത് കൊണ്ട്, എനിക്കല്ല ചേട്ടന് ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പം പോയിട്ട് വരണ വഴിയാണ് കേട്ടോ നമ്മളിത്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് വേണം നമ്മൾ, വേറൊന്നും വെക്കാനും വേവിക്കാനൊന്നുമില്ല, തിന്നാൽ മാത്രം മതി ഇനി. അപ്പം ഞാൻ പോണതിന് മുമ്പ് ഇത്തിരി റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബീഫിനെ ഇങ്ങനെ ചോറിന് കൂട്ടുന്നതിനേക്കാളും നല്ലത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു റൈസാക്കി വെക്കുക. ബിരിയാണി അല്ല നെയ്ച്ചോറും അല്ലാത്ത പരുവത്തിൽ അതാ നെയ്ച്ചോറാണെന്ന് വെച്ചാൽ നെയ്ച്ചോറാണ്, ബിരിയാണി ചോറാണെന്ന് വെച്ചാൽ ബിരിയാണി ചോറാണ്. അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ നമ്മ ഇന്ന് വെച്ചത്. കാരണം ജസ്റ്റ് ഈ കറിക്കൊന്ന് കൂട്ടുക എന്ന് മാത്രം. കണ്ട നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് വറ്റിച്ചെടുത്തതാണ്. അപ്പം ഉച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞ് ബാക്കി നമുക്ക് ഇത്ര ഉണ്ടായുള്ളൂ. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ റൈസിന് കൂട്ടാൻ പോണേ കേട്ടോ. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റേഷനരി ആയതുകൊണ്ടിട്ടേ റേഷനരിയും ബീഫും ചിക്കനും അതൊരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടില്ല. അപ്പം എപ്പോൾ മേടിച്ചാലും റേഷനരി ഇട്ട് വെക്കുമ്പോൾ ഇവിടെ എന്നോട് പറയും, വന്ന വേറെ ഇത്തിരി അരി മേടിക്കായിരുന്നല്ലോ എന്ന് ചോദിക്കും. കാരണം ഇത് കൂട്ടുമ്പോൾ മാത്രം. മീനിനൊക്കെ നല്ലത് റേഷനരിയാണ് കേട്ടോ. അപ്പം നമ്മുടെ റൈസൊക്കെ റെഡി ആയേണ്ടത് അധികം ചേരുവയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉള്ള ചേരുവയൊക്കെ കൂടി ഇട്ടൊരു പരുവാക്കി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഓണം വെച്ചതിനെ പോലെയൊക്കെ ഗ്രാൻഡായിട്ടൊന്നും വെച്ചില്ല. കാരണം ഇവിടെ ഇപ്പം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ അങ്ങനെ കൂട്ടലില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെ ബീഫ് വാങ്ങിച്ചത്. ബീഫ് അങ്ങനെ പൊതുവെ കൂട്ടാറില്ല അമ്മ. അപ്പം നമ്മ എന്ന് വിചാരിച്ച് അവിടെ കൂട്ടണില്ല, എന്നാൽ പിന്നെ ബീഫ് ആക്കിയേക്കാന്ന് കരുതി. ചിക്കൻ അപ്പം അതുകൊണ്ടിട്ട് മേടിച്ചില്ല. അപ്പോൾ റൈസ് മാത്രമാക്കി അങ്ങോട്ട് ഒതുക്കി, ബിരിയാണി ആക്കിയില്ല, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി വല്ലയിടത്തിരുന്ന് കഴിക്കാമല്ലോ എന്നൊക്കെ കരുതി. അപ്പോൾ എല്ലാ സിനിമയൊക്കെ കണ്ട് കഴിക്കാമല്ലോ എന്നൊക്കെ കരുതി ചെന്ന് കഴിഞ്ഞപ്പോൾ മഴയും മഴക്കാരും ഒക്കെ ആയതുകൊണ്ടിട്ട് നമ്മുടെ
കൊട പ്രവർത്തിക്കണില്ല. എന്ത് നമ്മുടെ എന്തുട്ടാണ് സൺ ഡയറക്റ്റിൻ്റെ കൊട പ്രവർത്തിക്കണില്ല. എന്നാൽ പിന്നെ അവിടെ എന്തെങ്കിലും കാണിക്കാന്നും പറഞ്ഞ് അവിടെ പോയിരുന്ന് എനിക്കാണെങ്കിൽ ഇങ്ങനെ വാർത്തയൊക്കെ, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വാർത്തയൊന്നും വെക്കണം എനിക്കിഷ്ടമല്ല. ഈ വേറെ ഇംഗ്ലീഷ് ചാനൽ വെക്കണ ഇഷ്ടമല്ല. ആ നേരത്തൊക്കെ എനിക്കിങ്ങനെ പഴയ സിനിമകൾ കാണണം. അപ്പോഴാണ് ആ ഒരു കഴിക്കണേനൊരു ഭംഗി വരുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഡിഷെല്ലാം സൺ ഡയറക്റ്റിൻ്റെ ഇതൊക്കെ പോയി കിടക്കുകയായിരുന്നു. അപ്പം എന്നാൽ കരുതി എന്നാൽ വല്ല കോമൺവെൽത്ത് ഗെയിംസ് കാണാമെന്ന് കരുതി അതും വെച്ചുകൊണ്ടിരുന്ന് വർത്താനവും പറഞ്ഞുകൊണ്ട് കുറേ നേരം ടി വിയിലോട്ട് നോക്കും. അത് കഴിയുമ്പോൾ എടുത്ത് കഴിക്കും. അങ്ങനെ ഇരുന്ന് കഴിക്കണ കേട്ടോ. അതാണ് ഈ കുറച്ച് നേരം ഇങ്ങനെ തപ്പിപ്പിടിച്ചിരിക്കണതിൻ്റെ കാര്യം. അതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇന്ന് അങ്ങനെ ഒരു ചെറിയൊരു പോക്ക്. അത് ആ നേരത്ത് വൈകുന്നേരം പെട്ടെന്ന് പോയത് കൊണ്ടിട്ട് നമുക്ക് വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് കരുതണം. മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ മടിയായിട്ടോ. വീട്ടിലിരുന്നിരുന്ന് വേര് പിടിച്ചു പോയി. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ കുഞ്ഞി ചാനലിനെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് തരണം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കാണും. തീർന്നില്ലേ? ഇവിടെ കൊണ്ടൊന്നും തീരൂലേ വീഡിയോ. ഞാൻ അപ്പം തീർന്നെന്നും പറഞ്ഞു ഇവിടെ ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഏകദേശം കഴിഞ്ഞിട്ടാ, വീഡിയോ കഴിഞ്ഞ്. ഓക്കെ.